ഹായ് ഗൈസ്, പാകിസ്ഥാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള പോലീസ് സ്റ്റേഷനുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങൾ, ഇതുകൂടാതെ പോലീസ് വെഹിക്കിളുകൾ, പോലീസുകൾക്കെതിരെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനെല്ലാം തന്നെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. 2 സിവിലിയൻസ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഹയർ ഓഫീഷ്യൽസ് എല്ലാം തന്നെ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പ്രൂഫ് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം തന്നെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാണണം എന്നുള്ളവർ താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വിധി അവിടെ കോമൺ ആയിട്ടുണ്ട്. അതായത് അവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ നേരെ വരണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആർമി, അങ്ങനെയുള്ള ഏത് സെക്ടറിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബി മുസ്ലിംസ് ആയിരിക്കും. അതായത് ഈ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള മുസ്ലിംസുകൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. മറ്റുള്ള സ്റ്റേറ്റിലും ഇതായത് ഇപ്പോൾ ബൽച്ചിസ്ഥാൻ ആയിക്കോട്ടെ, സിന്ധ് ആയിക്കോട്ടെ, ഇനി മേലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച പോക്കായിക്കോട്ടെ, ഇവിടെയൊന്നും തന്നെ ആൾക്കാർക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാറില്ല. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് വെള്ളം നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ടും സാധ്യമല്ല. അതിന് കുറേ ഡാമുകൾ നമ്മൾ നിർമ്മിക്കണം. അത് ഓൺ ദ പ്രോസസ്സാണ്. ഇപ്പോൾ കൂടുതലായിട്ടും അതായത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഡാമിൻ്റെ എല്ലാം തന്നെ സ്പീഡപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഡാമുകൾ കുറേ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാനിലോട്ടുള്ള പോകുന്ന വെള്ളം മെല്ലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റ് ചെയ്ത ഈ വെള്ളമാണ് കംപ്ലീറ്റ് ആയിട്ടും പാകിസ്ഥാനിലെ ഒരു പ്രധാന സോഴ്സ് ഓഫ് വാട്ടർ. ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും ഒരു മരുഭൂമിയായി പോകും. അതാണ് അവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഇതുവരെയും നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കൈവയ്ക്കുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വട്ടം പോലും നമ്മൾ ഇതിനെക്കുറിച്ച് റിവോക്ക് ചെയ്തില്ലാരോ. ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനിലുള്ള എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതായത് ഈ വെള്ളം ആദ്യം പഞ്ചാബ് പ്രൊവിൻസ്, അതായത് ഈ പഞ്ചാബ് മുസ്ലിംസുകളുടെ ഈ പഞ്ചാബ് പ്രൊവിൻസ് കടന്നിട്ടാണ് സിന്ധ് എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്തോട്ട് പോകുന്നത്. ഈ പഞ്ചാബികളിൽ തന്നെ അവിടെ ഒരു ഡിസേർട്ട് ഉണ്ട്. നമ്മുടെ രാജസ്ഥാൻ പോലെ അവിടെ ഒരു ഡിസേർട്ട് ഉണ്ട്. ഈ പഞ്ചാബികൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതായത് ഈ വെള്ളം പോയി താഴോട്ട് പോയില്ല, അതായത് സിന്ധിലോട്ട് പോയില്ലെങ്കിൽ സിന്ധ് കംപ്ലീറ്റ് ആയിട്ട് മരുഭൂമി ആകുമെന്ന് പഞ്ചാബികൾക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ എന്നിട്ടും ഈ പഞ്ചാബികൾ എന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറേ ചെക്ക് ഡാമുകളും കുറേ വലിയ ഡാമുകളും പഞ്ചാബ് കംപ്ലീറ്റ് ആയിട്ടും നിർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് ഈ വെള്ളം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും പഞ്ചാബിൽ കുറേ ഡാമുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള വെള്ളം മാത്രമോ സിന്ധിലോട്ട് പോയിക്കൊണ്ടിരുന്നുള്ളൂ. ഇതാണ് സത്യാവസ്ഥ. ഇതിനെ എതിർത്ത് അവിടുത്തെ ഗവൺമെന്റിനെതിരെ പലവട്ടം സിന്ധിലുള്ള ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിനൊന്നും തന്നെ ഒരു ഉപയോഗം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതലായിട്ടും ഡാമുകൾ ഇനിയും പഞ്ചാബികൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഇന്ത്യ ഈ വെള്ളം നിർത്തിവെച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചാബികൾ ഈ ഡാമുകൾ നിർമ്മിക്കുന്ന സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പോഴുള്ള ഡാമുകളിൽ പോലും വെള്ളം നിറയുന്നില്ല. ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലോ അടുത്ത ഡാമുകൾ പോയി ഒഴുകി അത് സിന്ധിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഈ സിന്ധിലുള്ള ജനങ്ങൾക്ക് ഏകദേശം 50% വെള്ളം ഇപ്പോൾ തന്നെ കട്ട് ഓഫ് ആയിരിക്കുന്നു. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളത്തിന് 50% അവർക്ക് ഇല്ലാണ്ടായി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സെക്ടറും അഗ്രികൾച്ചറാണ്. അതിലോട്ട് വെള്ളമില്ല. അതുപോലെ തന്നെ ഇറിഗേഷൻസ് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും പ്രതിസന്ധിയിലോട്ടാണ് ഈ സിന്ധിലുള്ള ജനങ്ങൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പഞ്ചാബികൾ അഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വെള്ളം അവർക്ക് കിട്ടുന്നില്ല. അതുമാത്രമല്ല ഈ വട്ടത്തെ റെയിൻഫാൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതും 50% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളുകൾ അവർ കുറച്ച് ഈ 50% വെള്ളം ഈ നദിയിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നാണ് പോയത്. എന്നാൽ റെയിൻ വാട്ടറും കുറഞ്ഞു, ഈ വെള്ളവും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശരിക്കും ക്രൈസിസിലോട്ട് പോയി. ഇതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ അതായത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യമായി ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബൽച്ചിസ്ഥാൻ സെപ്പറേറ്റ് ആയി പോകണം എന്ന് പറഞ്ഞ് അവർ ആവശ്യം പറയുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്നെല്ലാം തന്നെ നല്ല റിച്ച് റിസോഴ്സസ് എടുത്തുകൊണ്ട് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. അതായത് ഇന്ത്യയിൽ തന്നെ കുറേയധികം സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു ആൾക്ക് വേണ്ടതെന്നാണ് വെള്ളം. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കുകയാണ് അതായത് കേരളത്തിന് മാത്രം വെള്ളം കൊടുക്കണ്ട, ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെ വെള്ളം പോയാലും വേണ്ടില്ല, കേരളത്തിലോട്ട് പോകുന്ന വെള്ളമെല്ലാം കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഡാം കെട്ടി തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടും തിരിച്ചുവിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമോ? അതായത് അവരെന്ത് പറയും, ഞങ്ങൾക്ക് ഇന്ത്യയെ വേണ്ട എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിലോട്ട് പോകും.
ഇതൊരു അസംഷൻ മാത്രമാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലോട്ട് ആൾക്കാർ പോകാൻ തുടങ്ങും. അതേ രീതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുവരുന്നത്. അതായത് ബൽജിസ്ഥാൻ സെപ്പറേറ്റ് ആയി പോകണം എന്ന് പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്നു. സിന്ധിലുള്ള ജനങ്ങൾ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയി പോകാമെന്ന് പറഞ്ഞ് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടും. അങ്ങനെ ഇരിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാൻ ആ സൈഡിൽ നിന്ന് ഒരു ഡാം നിർമ്മിക്കാൻ പോകുന്നത്. ഈ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏകദേശം 17% പാകിസ്ഥാന് കിട്ടുന്ന വെള്ളം അവിടെയും സ്റ്റോപ്പ് ആകും എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ദേഷ്യം വന്ന് അവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ബിൽഡിങ്സ്, പോലീസിന്റെ വെഹിക്കിളുകൾ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ എല്ലാം തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.